പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഈ ദിവസം എങ്ങനെയുണ്ട്? ഓരോ പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു പുതിയ വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ടല്ലേ? പല പല വെല്ലുവിളികൾ. ഇതെങ്ങനെയാകും, അതെങ്ങനെയാകും, ഇതിങ്ങനെയാകുമോ, അതങ്ങനെയാകുമോ എന്നെല്ലാം അല്ലേ? ചില പ്രശ്നങ്ങൾ നമ്മളെ അന്വേഷിച്ചു വരും, ചില പ്രശ്നങ്ങൾ വന്നിടിക്കും. ഒരു കാറ്റുപോലെ വരും, വെള്ളം പോലെ വരും, മനുഷ്യരിലൂടെ വരും, കണ്ണിൽപ്പെടാത്ത ശത്രുവാകുന്ന പിശാച് മുഖാന്തരം വരും. ഇങ്ങനെ പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരം ചോദ്യങ്ങൾ ഉദിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ തളരുവാൻ പാടില്ല. കാരണം യേശു കൂടെയുണ്ടല്ലോ. യേശു കൂടെയുണ്ടായാൽ മതി. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, സകലവും തന്റെ കൈക്കുള്ളിൽ അടക്കി വെച്ചിരിക്കുന്നവൻ. ദൈവത്തിന്റെ മുന്നിൽ ആർക്കാണ് ജയിക്കാനാവുക? ദൈവം കൂടെയുണ്ടായാൽ പോരെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതായത്, ഒരു ഭക്തൻ പറയുന്നു, യെശയ്യാവ് 50:7 യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല, ഞാൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ധൈര്യത്തോടെ പറയുന്നു, ഞാൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എനിക്കറിയാം. കാരണം കർത്താവ് എനിക്ക് സഹായകനായിട്ടുണ്ട്. കർത്താവ് എന്റെ സഹായകനാണ്. കർത്താവ് എന്റെ കൂടെ എന്റെ സഹായകനായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ലജ്ജിക്കും? എന്നെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. എത്ര വിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയുന്നു അല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമോ? എങ്കിൽ പറയൂ, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. എന്നെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. പ്രശ്നങ്ങൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, പറയുന്നവർ പറയട്ടെ, സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, എതിർക്കുന്നവർ എതിർക്കട്ടെ, സാത്താൻ എനിക്കെതിരായി വരട്ടെ, എന്നെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. പിന്നെന്തിന് ഞാൻ ഭയപ്പെടണം? യേശു എനിക്ക് തുണയായിട്ടുണ്ട്. വിശ്വാസത്തോടെ പറയൂ. നിങ്ങൾ എന്തിനു പേടിക്കുന്നു? നിങ്ങളെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. അതേ പ്രിയമുള്ളവരെ, ചില വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 40 വർഷം മുൻപാണെന്ന് പറയാം, ഒരു 35 വർഷം മുൻപ്, ഒരു 3000 പേർക്ക് പ്രാർത്ഥിക്കാനായി വന്നിരിക്കാൻ പാകത്തിനൊരു പ്രാർത്ഥനാ ഭവനമുണ്ടാക്കാൻ ദൈവം എന്നോട് പറഞ്ഞു. സ്ഥലവും കർത്താവ് തന്നു, പ്ലാനും ദൈവം തന്നു, പട്ടയം കിട്ടിയ സ്ഥലം. ബിൽഡിംഗ് ഉണ്ടാക്കാൻ പെർമിഷൻ അപേക്ഷിച്ചു, അതും ഗവൺമെന്റ് തന്നു. പണമെല്ലാം അടച്ച് ജോലി ആരംഭിച്ചു. എവിടുന്നാ വന്നതെന്നറിയില്ല. ചില മത തീവ്രവാദ സംഘടനക്കാരില്ലേ, അവരുടെ ജോലി തന്നെ ഇതുപോലെ ന്യായമായി നടക്കുന്നത് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അവരെവിടെ നിന്നോ വന്ന് അടുത്ത ഗ്രാമത്തിലുള്ളവരെയെല്ലാം പ്രേരിപ്പിച്ച് ഈ കെട്ടിടമുണ്ടാക്കാൻ സമ്മതിക്കരുത്, തടയണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് കുറെ പരാതികളൊക്കെ സമർപ്പിച്ച് കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഗവൺമെന്റ് അനുവാദം തന്ന നിർമ്മാണത്തെ നിർത്തിവെച്ചു. ആ ജോലി തടസ്സപ്പെടുത്തി. പണി അതോടെ നിന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾ ആരെയൊക്കെയോ കണ്ടു, പല അധികാരികളെയും സമീപിച്ചു, എല്ലാവരെയും ചെന്ന് കണ്ടു. കെട്ടിടം പണിയാനാവാത്തയൊരവസ്ഥ. അപ്പോൾ ഒരു ലോയർ, വക്കീലായി ജോലി ചെയ്യുന്ന ഒരാൾ വന്നു. അയാൾ എല്ലാം അറിഞ്ഞിട്ടാണ് എന്നോട് വന്ന് സംസാരിച്ചത്. ബ്രദർ, ഇതിന് വലിയൊരു എതിർപ്പുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും നിങ്ങളറിയാതെ നിങ്ങളെ സഹായിക്കാനായി ശ്രമിച്ചു നോക്കി, കെട്ടിടം പണി തുടരാൻ വേണ്ടി. പക്ഷേ സാധ്യമല്ലെന്ന് മറുപടി കിട്ടി. അതുകൊണ്ട് നിങ്ങൾ വേറെയൊരു സ്ഥലത്തേക്ക് മാറ്റണം, ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം? ദൈവമാണ് ഈ സ്ഥലം തന്നത്. കെട്ടിടത്തിന് പ്ലാൻ തന്നതും കർത്താവാണ്, ഉണ്ടാക്കാൻ പറഞ്ഞതും കർത്താവാണ്. ഇത് നിർമ്മിക്കും. ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ വരെ പോയി അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത്? എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിന് മീതെ ആർക്കും അധികാരമില്ല. അതിനു മേലെയാണോ ചീഫ് മിനിസ്റ്റർ ഉള്ളത്? ദൈവം നോക്കിക്കൊള്ളും. എന്നെ ലജ്ജിക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല. മതതീവ്രവാദികളിൽ ഒരാൾ എന്നെ വെല്ലുവിളിച്ചു, ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചാൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അയാൾ ലജ്ജിക്കുന്ന വിധത്തിൽ കെട്ടിടത്തെ പൂർത്തിയാക്കി തന്നു. അതേ സ്ഥലത്ത് കെട്ടിടമുണ്ടാക്കി. ഗവൺമെന്റ് അതിനുള്ള അനുവാദം തന്ന് എല്ലാം പെർഫെക്റ്റായി നടത്തി തന്നു. എന്നോട് വെല്ലുവിളിച്ചവർ ലജ്ജിച്ചുപോയി. എന്നെ ദൈവം തല ഉയർത്തി നിൽക്കുമാറാക്കി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല എന്ന്. ഇത് ദൈവത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൃഢതയോട് കൂടിയിരിക്കൂ. പരിതസ്ഥിതി എത്ര വ്യത്യസ്തമായി എതിർപ്പായി ഇരുന്നാലും ദൈവം അതെല്ലാം തകർത്തെറിഞ്ഞു കളയും. ഭയപ്പെടേണ്ട, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് എന്ന് പറയൂ. എന്റെ കുടുംബത്തിന് യേശു തുണയുണ്ട്. എന്റെ മക്കൾക്കും, എന്റെ ബിസിനസ്സിലും, എന്റെ ജോലിയിലും, എന്റെ ശുശ്രൂഷയിലും കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്. ഞാൻ ലജ്ജിക്കുകയില്ല. സന്തോഷത്തോടെ പറയൂ, ഇന്നും അത്ഭുതം കാണും. പറയൂ, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്.
ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. കർത്താവിന്റെ തുണ, ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. കർത്താവിന്റെ തുണ, എന്നെ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കില്ല. ഞാൻ ലജ്ജിക്കുകയില്ല എന്നെനിക്കറിയാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ